ഇപ്പോൾ ഒരു 3 നാൾ മുൻപ് മുതൽ ഇനിയിപ്പോൾ PC ജോർജിൻ്റെയും എന്താണ് കേരള ജനപക്ഷം സെക്കുലർ ഇപ്പോഴില്ല. PC ജോർജ് BJPയുടെ മുതിർന്ന നേതാവാണ്. ഷോൺ ജോർജ് നേതാവല്ല എന്ന് പറഞ്ഞാൽ പോലും നേതാവാണ്. എങ്ങനെയാകും അവരുടെ മുന്നോട്ടുള്ള ഇക്കാലം അത്രയും PC ജോർജിൻ്റെ രാഷ്ട്രീയ പ്രയാണം മൊത്തം കണ്ടുവന്നവർ കേരളമാണ്. മുന്നോട്ടുള്ള പ്രയാണം എന്തായിരിക്കും എന്നുള്ള അങ്ങനെ ഒരു ചിന്ത എന്താണ്? PC ജോർജിനെ കുറിച്ച് നമ്മൾ അദ്ദേഹത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ 1980 നിയമസഭയിലെത്തിയ കാലം തൊട്ട് പരിശോധിക്കുമ്പോൾ കാലാകാലങ്ങളിൽ മാറി വരുന്ന രാഷ്ട്രീയമായ അദ്ദേഹത്തിനുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ മുതലെടുത്തുകൊണ്ട് വർഗീയവാദി ആകണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ വിഘടനവാദിയാകണമെങ്കിൽ അങ്ങനെ, തീവ്രവാദ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കണമെങ്കിൽ അങ്ങനെ, ഏതായാലും എൻ്റെ കയ്യിൽ പവർ വേണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും ഒരേ സമയം ശ്ലാഘിക്കാനും അത് കഴിഞ്ഞാൽ ഉടൻ അവരെക്കുറിച്ച് എന്ത് അശ്ലീലം പറയാനും മടിയില്ലാത്ത കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ചുള്ള ഒരു അശ്ലീലപക്ഷ നേതാവാണ് PC ജോർജ് എന്ന് ഞാൻ പറയും. അദ്ദേഹം ഇപ്പോൾ BJPയിലേക്ക് പോയി എന്നുള്ളത് കൊണ്ട് അദ്ദേഹം BJPക്കാരനായി തീർന്നു എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഉടൻ തന്നെ കുറച്ച് നാളിനകം തന്നെ വീണ്ടും ഈ ജനപക്ഷം സെക്കുലർ, അതിനകത്ത് ഏറ്റവും തമാശയുള്ള വാക്ക് സെക്കുലർ എന്നുള്ളതാണ്. ഈ സാഹചര്യത്തിൽ സെക്കുലർ എന്നുള്ളത് അദ്ദേഹം പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് പുതിയ രാഷ്ട്രീയ ശ്ലാഘിക്കലുകളുമായി കേരളത്തിലെ പൊതുജനത്തിനെ വിഡ്ഢിയാക്കാൻ വേണ്ടി PC ജോർജ് ഇനിയും കേരള രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി വരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഉറപ്പുണ്ടോ ഇനി കേരള ജനപക്ഷം സെക്കുലർ പുനരുജ്ജീവിക്കില്ല? ഇനി കേരള സമൂഹത്തിൽ പ്രത്യേകിച്ച് വേറെ ആരും വിട്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ഉള്ളിടത്തോളം കാലം ഇനി PC ജോർജിന് അങ്ങനെ ഒരു സ്പേസ് ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢിയാക്കിയത് കൊണ്ടാണോ കേരളത്തിലെ ജനങ്ങൾ മുൻപേ ഉള്ളതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ കേരളത്തിന്റെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി രണ്ടാമത്തെ തുടർ ഭരണം അദ്ദേഹത്തിന് കൊടുത്തത്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത്? ഷോൺ ജോർജ് PC ജോർജിനെ പോലെ അടിസ്ഥാനരഹിതമായ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നയാളല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ആ വിശ്വാസത്തിന്റെ കടക്കൽ കത്തിവെൽക്കുന്ന പരാമർശമാണ് അദ്ദേഹം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. 1996 ഒന്ന് പറഞ്ഞോട്ടെ, 1996, 2001, 2006, 80 മുതലുള്ള ചരിത്രമാണ് അദ്ദേഹം പറഞ്ഞത്. 96-ലും 2001-ലും 2006-ലും നിങ്ങളുടെ മുന്നണിയുടെ MLA ആയിരുന്നു. അന്ന് ഈ അഭിപ്രായം ഇല്ലായിരുന്നോ സഖാവിന്? അല്ല, അതാണല്ലോ അന്ന് എവിടെയായിരുന്നു 96-ൽ ആ മുന്നണിയുടെ അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിക്കുന്ന ആളല്ലെങ്കിൽ ചരിത്രം മുഖ്യമന്ത്രി രാജിവെക്കണം. 1980-ൽ UDF-ന്റെ ഭാഗമായി വന്ന് നിന്നുകൊണ്ട് അന്ന് K. കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്തു തന്നെ K. കരുണാകരന്റെ തലയിൽ നാളികേരം ഉടച്ചുകൊണ്ട് ഈ യോഗം ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് പറഞ്ഞ് അന്നത്തെ രാജീവ് ഗാന്ധി മന്ത്രിസഭയ്ക്കെതിരായി യോഗം ഉദ്ഘാടനം ചെയ്ത ആളാണ് PC ജോർജ്. ഇതേ PC ജോർജ് പിന്നീട് ചെയ്തത് എന്താണ്? ഉമ്മൻചാണ്ടിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ള സോളാർ ആരോപണങ്ങൾ കേരളത്തിലെ ജനങ്ങൾ മറന്നിട്ടുണ്ടോ? അല്ല, സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞത് എന്തൊക്കെയാണ്? ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയുടെ മുറിയിൽ കൈലി ഉടുത്തുകൊണ്ടിരിക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞ ആളല്ലേ PC ജോർജ്? സോളാർ ആരോപണത്തിന്റെ പുറകിൽ കേരള സംസ്ഥാനത്ത് നിങ്ങൾ തകർത്ത് കണക്ക് കേരളത്തിലെ ജനങ്ങൾ ഓരോരുത്തർക്കും അറിയാം PC ജോർജിന്റെ ഓരോ വാക്കുകൾ. ഹിന്ദുമത സമ്മേളനത്തിൽ ഹാഷ്മി ഒറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഹിന്ദുമത സമ്മേളനത്തിന്റെ വിഷ്വൽസ് ഹാഷ്മി ഇവിടെ കാണിച്ചു. ആ ഹിന്ദുമത സമ്മേളനത്തിൽ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിന്റെ ബാക്കി എന്താണ് ഹിന്ദുക്കളോട് പറയുന്നത്? നിങ്ങൾ ഓരോരുത്തരും 4 കുട്ടികളെയെങ്കിലും സൃഷ്ടിക്കണം. ഇങ്ങനെ ആഹ്വാനം ചെയ്യുന്ന ഞാൻ ചോദിക്കട്ടെ, ഷോൺ ജോർജ് 4 കുട്ടികളെ സൃഷ്ടിക്കുമോ? 4 ഒരുപടി മോളിലാണ്. എനിക്ക് 5 പിള്ളേരുടെ സംഭവം. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് പെൺകുട്ടികളോട് യോജിക്കില്ലെന്ന് ഭാര്യ സമ്മതിക്കാത്തോണ്ടല്ലേ എനിക്ക് 5 മനോഭാവത്തോടു കൂടി ഇത്തരത്തിൽ സങ്കുചിത മനോഭാവത്തോടു കൂടിയുള്ള ആഹ്വാനങ്ങൾ നടത്തുന്ന PC ജോർജിന്റെ രാഷ്ട്രീയ നിലപാടിനെ വെറും ബാലിശമായിട്ടാണ് കേരളത്തിലെ പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ജനം വിലയിരുത്തേണ്ട കാര്യമല്ലേ? ഇത്രയും വർഗീയവാദിയായ PC ജോർജിന്റെ മകൻ ഇവിടെ ഒരു ദുഃഖ പ്രകടനം നടത്തിയതിൽ എനിക്ക് വളരെ സന്തോഷം തോന്നി. അദ്ദേഹത്തിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയെ മതപരിവർത്തനം നടത്തിയതിൽ ഷോൺ ജോർജിന്റെ ഒരു വല്ലാത്ത വേദന അദ്ദേഹം ഇവിടെ ഷോ ചെയ്തു. എനിക്കത് ഇഷ്ടപ്പെട്ടു. പക്ഷേ ആ വേദന ഹിന്ദുവായ അദ്ദേഹത്തിന്റെ ഭാര്യയെ ക്രിസ്ത്യാനിയാക്കി മാറ്റിയതിൽ വന്ന വേദന അദ്ദേഹം പ്രകടിപ്പിക്കാൻ BJPയിൽ ചേർന്ന് 3-ാമത്തെ ദിവസം വേണ്ടി വന്നു. ഞാൻ ആദ്യമായി ഇത് പറയുന്ന ഇവിടെയല്ല. രാഹുൽ ഈശ്വറുമായി നടത്തിയ ഈ 2020 നിങ്ങൾ കണ്ടിട്ടുള്ള വീഡിയോയിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി. ഞാൻ രാഹുലുമായി നടത്തിയ ചർച്ചയിൽ 2018
ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ നമ്മൾ ഉള്ള പ്രതികരണത്തിൻ്റെ ഇടയിൽ ഞാൻ ഞാൻ ഇന്നല്ല പറഞ്ഞു, ഞാൻ അന്നേ അതിന് BJP കൂടി നിയമസഭയിൽ പോയി തുടങ്ങിയ കാലമാ. അതുകൊണ്ട് തന്നെ കറുപ്പ് വിട്ട് നിയമസഭയിൽ പോയതിൽ മനസ്സിലാക്കുക, കറുപ്പ് വിട്ട് നിയമസഭയിൽ പോയതിലും ശബരിമല വിഷയത്തിൽ പിണറായി വിജയനെതിരെ നിലപാട് സ്വീകരിച്ചതിലും അഭിമാനിക്കുന്നു എന്ന് പറയാൻ ഒരു മടിയില്ല. ഷോണിലെ പ്രശ്നം എന്താ ഇപ്പം ഷോൺ തന്നെ പറഞ്ഞു PC ജോർജ് പലതും ഔട്ട്സ്പോക്കൺ ആണെന്ന് ഷോൺ തന്നെ സമ്മതിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ ഇപ്പൊ PC ജോർജ് പറഞ്ഞു ഇപ്പം സോളാർ കേസിൽ ഉമ്മൻചാണ്ടിയെ പറ്റി പറയുന്ന എല്ലാത്തിന്റെയും ഒരു പിതൃത്വം ഷോൺ ഏറ്റെടുക്കേണ്ടതില്ല. അതിന്റെ വഴിക്ക് ഞാൻ പ്രിജി പറയുമ്പോഴത്തേക്ക് ഷോൺ നിൽക്കൽ പിടിക്കണ്ട. ഞാൻ പറഞ്ഞു സോളാർ ഉമ്മൻചാണ്ടിയെ പറ്റി ഇല്ലാത്ത കഥ ഒരു വ്യക്തമായ അജണ്ടയുമായി നിങ്ങൾ ഞാൻ പറഞ്ഞു അതിന്റെ പാപഭാരം പ്രതികരിക്കണ്ടേ? അതിന്റെ പാപഭാരം ഷോൺ എടുക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. അടുത്ത ചോദ്യം. അല്ല ഒരു മിനിറ്റ് അദ്ദേഹം എന്നെ കുറിച്ച് പറയട്ടെ, PC ജോർജിനെ കുറിച്ച് പറയാൻ ഞാനാണുള്ളത്. അപ്പൊ പിതാവിനെ കുറിച്ച് പറയേണ്ട കാര്യങ്ങൾ പിതാവിനോട് പറയാ, എന്നെ കുറിച്ച് പറയേണ്ട കാര്യങ്ങൾ എന്നോട് പറയാം. എന്നെ കുറിച്ച് വല്ല പറയേണ്ട ഇവിടെ രാഷ്ട്രീയത്തിലെയും ജീവിതത്തിലെയും റോൾ മോഡൽ PC ജോർജാണ് 100%. അപ്പൊ പിന്നെ ഇദ്ദേഹത്തിനോട് PC ജോർജിന്റെ നിലപാടുകളെ സംബന്ധിച്ച് ചോദിക്കുന്നതിൽ തെറ്റുണ്ടോ? ഞാനൊരു കാര്യം പറയട്ടെ, തെറ്റുണ്ടോ? അദ്ദേഹം ഇല്ലാത്തൊരു വേദിയിൽ ഇപ്പോ നിങ്ങൾ ചോദിച്ച ചോദ്യം, നിങ്ങൾ രണ്ടും ഒരുമിച്ചാണോ ചോദ്യം എഴുതിക്കൊണ്ട് വന്നത് എനിക്ക് സംശയമുണ്ട്. നിങ്ങൾ ചോദിച്ചതിന്റെ 90% ചോദ്യം കാശ്മീർ ചോദിച്ചതാണ്. ആ ചോദ്യത്തിനുള്ള മറുപടി കൊടുത്ത പിന്നെ അത് വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യണോ? അച്ഛനും മോനും കൂടെ ഈ BJP-യിൽ ചേർന്ന് കഴിഞ്ഞ ആദ്യത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് കർഷകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കും. റബ്ബർ കർഷകന്റെ താങ്ങുവില ഉയർത്താൻ പോലുള്ള ഒരു പദ്ധതി അതിനകത്തില്ല. നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ 2021 250 രൂപ റബ്ബറിന് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? അത് ആവശ്യപ്പെട്ട നിങ്ങളുടെ മുന്നണിക്കാരനായ ഒരു MLA പരസ്യമായിട്ട് ഒരു വേദിയിലിരുത്തി അവമാനിച്ചു. PC ജോർജ് BJP-യിലെത്തിയതിന്റെ ഗുണം 10 ദിവസത്തിനകം റബ്ബർ കാർഷിക മേഖല ഉണ്ടായിരിക്കും. നിങ്ങൾ പറയുന്ന പോലെ അതെന്താണെന്ന് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. റബ്ബർ കാർഷിക മേഖലയിൽ 10 ദിവസത്തിനകം ജോർജ് BJP-യിൽ പോയത് എന്താണെന്ന് അറിയാൻ സമൂഹത്തിന് ആഗ്രഹമില്ലേ? ഇത് ഷോൺ ജോർജിന്റെ ഉറപ്പാണ്. കേരള സമൂഹത്തിന് കാലെണ്ണയുടെ പ്രയോജനം ഈ പാർട്ടി കണ്ടോ? ചേട്ടാ കാര്യം ചോദിച്ചട്ടെ, കേരള സമൂഹത്തിൽ കാലെണ്ണയുടെ വിലയില്ല എന്ന് നിങ്ങൾ പറയുന്നു. എന്തുകൊണ്ടാ ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്? ഈ ജനകീയ കോടതിയിൽ PC ജോർജിന്റെ മകൻ ഷോൺ ജോർജ് കേരള സമൂഹത്തിൽ ചോദിക്കണ്ടേ? 10 ദിവസത്തിനുള്ള റബ്ബർ കർഷകർക്ക് വേണ്ടി ഒരു അത്ഭുതമായ തീരുമാനം ഉണ്ടാവും. താങ്ങുവില കൂട്ടും. ഞാൻ പറഞ്ഞില്ലേ, റബ്ബർ കർഷകർക്കായി ഇതിനേക്കാൾ കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളോട് പറയേണ്ട കാര്യമുണ്ട്. ഇവിടെ ഷോൺ പറയാൻ 10 ദിവസം ഇപ്പൊ പാംപ്ലാനിയുമായി നടന്ന ചർച്ചകൾ നമുക്കറിയാം, അല്ലെങ്കിൽ റബ്ബർ വിലയുമായി ബന്ധപ്പെട്ട് സഭാ നേതൃത്വവും BJP ആ ചർച്ചകൾ നമുക്കറിയാം. ജോർജും ഷോണും BJP-യിലേക്ക് പോകുന്നു. ഷോൺ ആധികാരികമായി പറയുന്നു 10 ദിവസമുള്ള ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് ഉറപ്പ്. 10 ദിവസം കൃത്യമായിട്ട് പറയും. തീരുമാനം ഉണ്ടാകുന്നവർ ഭയപ്പെടുന്നു സർ. 10 ദിവസം ഒരു ഭയവുമില്ല. അതുകൊണ്ടല്ലേ ഏറ്റവും വലിയ ക്ലൈമാക്സിൽ മാത്രം വില്ലനെ കാണിക്കാനായിട്ട് CBI ഡയറക്ടർ സിനിമയിലെ സസ്പെൻസ് ഒന്നും ഇല്ലല്ലോ.